ഗുഡ് ഈവനിങ് അങ്കിൾ. ഗുഡ് ഈവനിങ് അങ്കിൾ. അല്ല, എന്താ മീരയുടെ ഉദ്ദേശം? എന്താ അങ്കിൾ? കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തന്നല്ലേ, എന്നിട്ടും എന്താ ഇങ്ങനെ സില്ലിയായിട്ട് പെരുമാറിയത്? ഇന്നത്തെ ചുറ്റുപാടിൽ അയാളെ സ്ഥിരപ്പെടുത്താൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ എഴുതി കൊടുത്തയച്ചത്? അത് അങ്കിൾ, അയാൾ കോളേജിൽ വന്ന് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. ബഹളം ഉണ്ടാക്കിയ പ്രിൻസിപ്പലിനോട് കംപ്ലൈന്റ് ചെയ്യണം. രേഖാമൂലം എഴുതി കൊടുത്തയച്ചാണ് സ്ഥിരപ്പെടുത്താമെന്ന്. അതുകൊണ്ട് അയാൾ കോടതി വരെ പോവാം, അറിയാമോ? ഇനി എന്താ ചെയ്യാ അങ്കിൾ? ഞാൻ ഒരു കണക്കിന് ആ കടലാസ് വാങ്ങിച്ച് കീറി കളഞ്ഞു. അപ്പൊ അയാൾ ഇനിയും കോളേജിലേക്ക് വരുമോ? ഞാൻ പറഞ്ഞു വരട്ടിയിട്ടുണ്ട്. ഇനി അഥവാ വന്നാൽ തന്നെ കുട്ടിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞാൽ മതി. ഞാൻ ഇറങ്ങുക. പ്രസിഡൻസിയിൽ ഒരു ഡിന്നറുണ്ട്. ഇനി ഇത്തരം മണ്ടത്തരങ്ങളൊന്നും കാണിക്കണമെന്ന് പറയാനാ ഞാൻ വന്നത്. എവിടെ മറ്റോ രണ്ടുപേരും? മഞ്ജുമോൾ ഇറങ്ങി. മായ പഠിക്കുക. എന്താ, തനിക്കൊന്നും പഠിക്കാല്ലേ? ഞാൻ പഠിച്ചു അങ്കിൾ. ശരി അങ്കിൾ വാ. അങ്കിൾ, ഇത് കുഞ്ഞമ്മയുടെ മോളാണ്. നമ്മുടെ കമ്പനിയിൽ എന്തെങ്കിലും ഒരു ജോലി. അവള് നന്നായിട്ട് ടൈപ്പ് ചെയ്യും. എന്റെ മോളായതുകൊണ്ട് പറയല്ല. അവള് കാലെടുത്ത് വെക്കുന്നോട്ട് നല്ല ഐശ്വര്യ. എന്താ കുട്ടി വിചാരിക്കുന്നേ? ഫാക്ടറിക്കാരും പിള്ളേരുകളെയാണെന്ന്? അല്ല, കുഞ്ഞമ്മ പറഞ്ഞപ്പോ. ഏത് കുഞ്ഞമ്മ പറഞ്ഞാലും ശരി, ഇനി കുറെ നാളത്തേക്ക് ഒറ്റ ആളിനെ അവിടെ വേണ്ട. ഉള്ളവരെ തന്നെ എങ്ങനെ ഒഴിവാക്കാമെന്ന് വിചാരിച്ചോണ്ടിരിക്കുമ്പോഴാ. കുഞ്ഞമ്മേ, കേട്ടു. ഇത്ര മനുഷ്യപ്പറ്റില്ലാത്ത ആളുകളെ എന്തിനാ മാനേജർമാരായിട്ട് വെക്കുന്നത്? കുട്ടിക്ക് ഇവിടെ ഒരു അധികാരമില്ലേ? കുഞ്ഞമ്മേ, ഒരു 8 കൊല്ലം കഴിഞ്ഞോട്ടെ, പിന്നെ എല്ലാം ഞാൻ നോക്കിക്കോളാം. അതുവരെ ഞാൻ വിളി കൊണ്ട് എവിടെ പോവും? നാട്ടിലേക്ക് തിരിച്ചയച്ചൂടെ? മോളിങ്ങോട് വന്നൊരു കാര്യം പറയട്ടെ. ഇനി മോളോട് ഞാനോട് സത്യം പറയട്ടെ. എന്താ കുഞ്ഞമ്മേ? ഇവിടെ നാട്ടിലേക്ക് അയച്ചാ ഭയങ്കര കുഴപ്പാ. മോള് ഇതാരോടും പറയരുത്. ഇല്ല. ഇവളവിടെ പല കുലുമാലുണ്ടായിക്കൊണ്ടാ പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് വരുത്തിയത്. ഒരു മുസ്ലിം ചെക്കനായിട്ടേ ഇവിടെ സ്നേഹാണെന്നോ കല്യാണം കഴിക്കാൻ പോണെന്നോ മോളോട് ഞാനിതൊക്കെ എങ്ങനെയാ പറയാ? നാട്ടിലാകെ പ്രശ്നങ്ങളാ. എന്തായാലും ഇപ്പൊ അവളോട് ഇറക്കി വിടരുത്. എന്റെ പൊന്നും കൂടെ അല്ലേ. കുഞ്ഞമ്മ സമാധാനിക്ക്, നമുക്ക് വഴിയുണ്ടാക്കാം. ഇന്നലെ അമ്മച്ചി എന്നെ പറ്റി വല്ലതും പറഞ്ഞോ? ആള് ഞാൻ വിചാരിച്ച മാതിരി അല്ലല്ലോ. അയ്യോ, ഞാനോ? അമ്മച്ചി ചുമ്മാ പറയുന്നതാ. സ്വന്തം മോളെ പറ്റി ഒരമ്മച്ചി അങ്ങനെ ചുമ്മാ പറയൂ? അങ്ങനെ മുഴുവനും ചുമ്മാതല്ല, പക്ഷെ കൂടുതലും ചുമ്മാതാ. ലവ് അഫെയർ ഇല്ലാത്തതാണോ? ഏതോ ഒരു മുസ്ലിം ബോയായിട്ട്? ആ, അതാ ഞാൻ പറയാൻ വന്നേ. സത്യം കേൾക്കണോ? അഷ്റഫിനെ ഞാൻ കാണുന്നത്. അഷ്റഫ് എന്ന പുള്ളിക്കാരന്റെ പേര്. ഞാൻ എന്നും ടൈപ്പിന് പോകുന്ന വഴിക്ക് അഷ്റഫ് അവിടെ കണ്ട് നിൽക്കാറുണ്ടായിരുന്നു പോലും. ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയാ പിന്നെ ഇടത്തോട്ടും വലത്തോട്ടും നോക്കുന്ന പ്രശ്നമേ ഇല്ല. വീട്, ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, വീട്, അങ്ങനെ. ഒരു ദിവസം അഷ്റഫ് എന്നോട് ചോദിക്കുക, ഞാനൊരു സാധനം തന്നാ വാങ്ങിക്കോന്ന്. എനിക്കങ്ങ് ദേഷ്യം വന്നു. എന്നാൽ എന്താ സാധനം എന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ. അത് ആ നോക്കുമ്പോഴെന്താ ഒരു കത്ത്. കരണക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിക്കാൻ ആദ്യം എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ ആലോചിച്ചു, അത് വേണ്ട. കത്തിൽ എന്താ എഴുതിയിരിക്കുന്നത് നമുക്കറിയണ്ടേ. പിന്നീട് ആ മനുഷ്യൻ കത്തോട് കത്താണ്. ഒരിക്കലും വാങ്ങിച്ചു പോയില്ലേ, പിന്നെങ്ങനെ വേണ്ടെന്ന് പറയുന്നേ? എന്റെ അയാളുടെയും വീട്ടുകാരെ ഓർത്ത് എല്ലാം ഞാനങ്ങ് ക്ഷമിച്ചു. ഒരു ദിവസം അഷ്റഫ് എന്നോട് പറയാ, ഒരുപാട് സ്വകാര്യം പറയാനുണ്ട്, സ്കൂൾ ഷെഡിന്റെ പുറകിലോട്ട് വരാവോന്ന്. അതാ കുഴപ്പമായ. ഞങ്ങൾ അവിടെ സംസാരിച്ചോണ്ട് നിൽക്കുന്നത് ആരാണ്ടൊക്കെയോ കണ്ടുപോലും. അഷ്റഫ് മുസ്ലിമും ഞാൻ ക്രിസ്ത്യാനിയാണല്ലോ. അതിനുശേഷം ഈ 2 സമുദായക്കാരും തമ്മിൽ ഇല്ലാത്ത പുകിലൊന്നുമില്ല. അടിപിടിയും ബഹളവും ഒന്നും പറയണ്ട, ഞാനിങ്ങ് പോന്നു. കുഞ്ഞു പറ, എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഏയ്, ഒരു തെറ്റുമില്ല. അപ്പൊ ക്ലാര കാരണം നാട്ടിലൊരു സാമുദായിക യുദ്ധം നടക്കുകയാണിപ്പോ, അല്ലേ? അത് അവരുടെ ബുദ്ധിമോശം, അല്ലാതെ എന്താ പറയാനാ? കുഞ്ഞിന് എന്നെ പറ്റി തെറ്റിദ്ധാരണ ഒന്നുമില്ലല്ലോ. തീരില്ല. അത് മതി. ഇപ്പോഴെനിക്ക് സമാധാനമായത്. ഈ വീടൊരു കൊട്ടാരം തന്നെയാണേ. ഭഗവാനെ രക്ഷിക്കണേ. വെയിറ്റിംഗ് ഉണ്ടോ സാർ? വെയിറ്റിംഗ് ഇല്ല, താമ്പക്കോ. 50 രൂപ. ഞാനൊരു SI ആണ്. SI KP അടിയോടി. ഞങ്ങൾ പോലീസുകാര് ടാക്സിയിലും ബസ്സിലും ഒക്കെ കയറിയാൽ സാധാരണ പണം കൊടുക്കാറില്ല. പക്ഷെ എനിക്ക് പണം വേണം. ഓഹോ, തന്റെ RC എവിടെ? ഡ്രൈവിംഗ് ലൈസൻസ് എവിടെ? ആ ട്രിപ്പ് ഷീറ്റ് എടുക്ക്. തന്നെ ഒരു കേസ് കൊടുക്കാൻ പറ്റുന്നു ഞാനൊന്ന് നോക്കട്ടെ. ഓ, ആ കാശ് അങ്ങോട്ട് കൊടുക്കുന്നേ. ഓടെ
ഇവിടുത്തെ ആളുകൾക്ക് പോലീസിന് പേടിയില്ലാന്ന് തോന്നണി. ചാന്തേ, കാണുന്ന മാത്രമേ തന്നെ പിള്ളേരുടെ സ്നേഹം പിടിച്ചു പറ്റിയാലേ നമുക്ക് ഇവിടെ കാലുറപ്പിക്കാൻ പറ്റൂ. കെട്ടിപ്പിടുത്തം, വേണ്ടി വന്നൊരു പൊട്ടിക്കരച്ചില്, എന്തിനു നമ്മൾ തയ്യാറാവണം. പിള്ളേരുടെ പേരൊക്കെ ഒന്നുകൂടെ പറഞ്ഞ്. മൂത്തത് മീര, പിന്നെ മായ, മനു, മഞ്ജു. ഒന്ന് പറഞ്ഞേ. മീര, മായ, മനു, മഞ്ജു. ഇനി കണ്ണൊന്ന് ചോപ്പിച്ച്. നമ്മൾ മരിച്ച വീട്ടിൽ ആദ്യമായിട്ട് വരല്ലേ? തോന്നു ഉപ്പ ചുമന്നുണ്ട്. എന്നെ നോക്കിയേ. ആ കണ്ണി വന്നിട്ടില്ല. ഇതാ കണ്ണടക്കല്ലേ? ഇപ്പൊ ശരിയായോ? വരത്തില്ല. ചെല്ലു ചെല്ലു. മോളത് പിടിച്ചേ, ഇപ്പൊ വരാം. എന്റെ പൊന്നുമോളെ, ഇത് നിങ്ങളുടെ സ്വന്തം അമ്മാവൻ SI KP അടിയോടി. ഈ നിൽക്കുന്നത് നിന്റെ സ്വന്തം അമ്മായി ശാന്ത. ഇത് ഞാൻ എങ്ങനെ അച്ഛനും അമ്മയും പോയെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഞങ്ങളുണ്ട് മക്കളെ. ഈ വാർത്ത കണ്ട അന്ന് മുതല് ഞാനൊരു പോളെ കണ്ണടച്ചിട്ടില്ല. നോക്കി കണ്ണു ശാന്ത, മറ്റു അടിച്ച് കന്യാൻ പൊട്ടിക്കും. പട്ടാപ്പാല് വീട്ടിൽ കയറുന്ന സ്ത്രീകളെ പിടിക്കുന്നു. ചട്ടം, ഞാൻ ഈ കുട്ടിയുടെ അമ്മാവനാ. എന്നാ ഞാൻ ഈ കുട്ടിയുടെ അമ്മയാ. അമ്മയാ? ചാന്ത, ഇറങ്ങടാ വലിയ ഇറങ്ങാൻ. അയ്യോ, എന്തൊരു പിടുത്തോ പിടിച്ച എന്റെ അമ്മച്ചി. നിങ്ങളൊക്കെ ആരാ? ഞാൻ നിന്റെ തണ്ട. ഇത് തള്ളേ കുഞ്ഞമ്മേ, ആ വിട്ടത്തി കൊണ്ടിരിക്കണ്ടി. മരിച്ച മോഹൻദാസിന്റെ ശ്രീദേവിയുടെ വീടല്ലേ ഇത്? ആണെങ്കിലോ? ശ്രീദേവിയുടെ ചേട്ടനാ ഇത്, സ്വന്തം ചേട്ടൻ. നീങ്ങിക്ക്. ഇതൊക്കെ ഇവിടുത്തെ വേലക്കാരൻ മറ്റുമായിരിക്കും. ഒരബദ്ധം പറ്റിപ്പോയതിന് താൻ എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചു. ഞാൻ ആരാണെന്നറിയോ? KP അടിയോടി, SI. സബ് ഇൻസ്പെക്ടർ. പിടുത്തെന്ന് വെച്ചാൽ ഏത് ജാതി പിടുത്തം? അവസാനം കുഞ്ഞമ്മ വന്ന് തെറി വിളിച്ചപ്പോഴാണ് അയാൾ പിടിവിട്ടത്. നിങ്ങൾ അമ്മാവനാണ്, ഞാനൊന്നും പറയാൻ പാടില്ലാത്താണ്. എന്നാലും ഞാൻ പറയണം, പിടിച്ചൊന്ന് പൊട്ടിക്കണമെന്ന് എനിക്ക് തോന്നിയതാ. പക്ഷെ അയാളൊരു SI അല്ലേ. ഈ കാക്കി വേഷത്തിനൊരു മാന്യത നമ്മൾ കൊടുക്കണല്ലോ. അതുകൊണ്ട് ഞാനങ്ങ് ക്ഷമിച്ചു. ഇതൊക്കെ ഇപ്പൊ എവിടുന്ന് കയറി വരുന്നു? ഒരമ്മാവൻ. എന്തമ്മാവൻ? ഈ അമ്മാവന്റെ ഫുൾ ചരിത്രം കുഞ്ഞമ്മ എന്നോട് പറഞ്ഞു. മോഹൻ സാറിനും ശ്രീദേവി അമ്മയുടെയും കല്യാണം നടക്കാതിരിക്കാൻ അതിശക്തമായി പാരവെച്ച വിദ്വാനാണ് അത്ര ഇദ്ദേഹം. അതുകൊണ്ടായിരിക്കുമല്ലോ ഇതുവരെ ഇങ്ങോട്ട് വരാതിരുന്നത്. വരാൻ മോഹൻ സാർ സമ്മതിച്ചില്ല. ഡാഡി സമ്മതിക്കാത്ത ആളുകളെ നമുക്കും വേണ്ട. മനു, നീ എടുത്തു ചാടി വഴക്കൊന്നും പറയാൻ പോണ്ട. ഐ വോണ്ട് അലോ ദം ടച്ച് മീ, ബട്ട് ഡോണ്ട് ബി അരഗന്റ് മനു. കെട്ടിപ്പിടിക്കാൻ വന്നാ ഞാൻ ഇടിക്കും. പ്ലീസ് മനു. എല്ലാവരും എന്റെ പിന്നാലെ പോന്നാ മതി. എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ അനാഥരാക്കിയിട്ട് നിങ്ങളുടെ അച്ഛനും അമ്മയും പോയി കളഞ്ഞല്ലോ. പക്ഷേ ഇനി നിങ്ങൾ അനാഥരല്ല, നിങ്ങൾക്ക് ഞങ്ങളുണ്ട്. എന്റെ പൊന്നുമോളെ, ആരെങ്കിലും കെട്ടിപ്പിടിച്ച അടങ്ങുമെങ്കിൽ എന്നെ പിടിച്ചോളൂ. രണ്ടാളും. ആ കുട്ടികളെ ഡ്രസ് ചീത്തയാവും. അതുകൊണ്ടാ. ഏത് ഡ്രസ്സിനേക്കാളും വലുതാണോ രക്തബന്ധം? അങ്കിൾ എപ്പോ വന്നു? ഓ ചാന്തേ, ആ സ്നേഹം കണ്ടു. അധികം നേരം ആയിട്ടില്ല മോളെ. മരണവിവരം ഞങ്ങൾ അറിയിക്കാത്തതിൽ ഞങ്ങൾക്കൊരു ദേഷ്യമില്ല. നിങ്ങൾ കൊച്ചു കുട്ടികളല്ലേ. പക്ഷെ ഇവിടെ വന്ന് കയറിയതും ഇവൻ എന്റെ തന്തയ്ക്ക് വിളിച്ചു. നമ്മുടെ വീട്ടിലെ വെറും ഒരു ശമ്പളക്കാരനല്ലേ ഇവൻ. ഇവൻ ഇത്ര അധികാരം കൊടുത്തതാരാ? ആളറിയാതെയല്ലേ അങ്കിൾ, ഞങ്ങൾ പോലും അങ്കിളിനെ കാണുന്നത് ഇപ്പോഴല്ലേ. അത് നേരാ. എന്റെ കയ്യിൽ നിന്ന് ഈ വീടിന്റെ അഡ്രസ് എങ്ങനെയോ കളഞ്ഞുപോയി. അതുകൊണ്ടാ ഇതുവരെ വരാതിരുന്നത്. ഇവിടുത്തെ സ്വത്ത് മോഹിച്ചിട്ടൊന്നുമല്ല ഞങ്ങൾ വന്നത്. അങ്ങനാരും പറഞ്ഞില്ലല്ലോ. ഉള്ളിലിരിപ്പ് പുറത്തു പറഞ്ഞു പോയതാ. ഞങ്ങൾക്ക് ചെമ്മീൻ കമ്പനിയും വേണ്ട, എസ്റ്റേറ്റും വേണ്ട. ഒന്നും വേണ്ട. ഞാനൊരു SI യാ. ഇവിടം വരെ വരിക, നിങ്ങളെ കാണുക, ആശ്വസിപ്പിക്കുക, തിരിച്ചു പോവുക. അമ്മാവനും അമ്മായിയും ഓട്ടെ മക്കളെ. എന്നാ പൊന്നുസ്റ്റേട്ടാ, രണ്ടാളും കാറി കയറ്റി ബസ് സ്റ്റാൻഡിൽ വിട്ടോളൂ. ഓ, ഞാൻ പോവല്ലേ, താമസിക്കണ്ട. എന്നാ പെട്ടെടുത്ത് ശാന്തേ.